സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് ബന്ധുക്കൾക്ക് നൽകുക. കേസിൽ നീതി ലഭ്യമാക്കണമെന്ന് ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ 24നോട് പറഞ്ഞു. ഇന്നലെയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ഒരു 2 മാസമായി DNA ടെസ്റ്റ്. ആദ്യത്തേത് മാച്ചായില്ല, ഇന്നലെ രണ്ടാമത് മാച്ചായി. അപ്പോൾ ഇന്ന് 11 മണിയാകുമ്പോഴത്തേക്കും ബോഡി ഞങ്ങൾക്ക് കിട്ടും. അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നടത്തി ഇന്ന് മറവ് ചെയ്യും. ഞങ്ങൾക്ക് ഇതിന് ഒരു നീതി കിട്ടണം. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണല്ലോ പോയത്. ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടണം. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഈ മൃതദേഹം വിട്ടുകിട്ടണം എന്ന കുടുംബത്തിന്റെ ആവശ്യം അതിപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് നീതി ലഭിക്കണം, കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ പുതുതായി പുറത്തുവരുന്നത്? സ്മിത, നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് ആ കുടുംബത്തിന് വിട്ടു നൽകും. രാവിലെ 11 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് സമീപം ഇവരോട് എത്തിച്ചേരാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ, ഒപ്പം തന്നെ മക്കൾ എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് സമീപം ഇന്ന് 11 മണിയോടുകൂടി എത്തിച്ചേരും. തുടർന്ന് ഇവരുടെ മായനാട്ടുള്ള വീട്ടിൽ അല്പസമയ നേരം പൊതുദർശനം വയ്ക്കും. അതിനുശേഷം കോഴിക്കോട് മാവൂർ ശ്മശാനത്തിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം നമ്മെ അറിയിച്ചിട്ടുള്ളത്. കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വിഷയത്തിൽ ഒരു നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ്. കാരണം കൊന്ന് കുഴിച്ചു മൂടിയ ഒരു കേസാണ്. അതായത് ഒരു മിസ്സിംഗ് കേസിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ കൊന്ന് കുഴിച്ചു മൂടി എന്ന പുറത്തു വന്ന ഒരു വാർത്തയാണ്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. DNA പരിശോധന അത് കുറെ അധികം വൈകി. കാരണം 2 മാസത്തിലധികമാണ് ഈ DNA പരിശോധന ഫലം പുറത്തു വരാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇവർ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയ ശേഷമാണ് ഇതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുള്ളത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.